ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്മുവിൻ്റെ ക്ലാസ്സിൽ ഇവർ കുറച്ച് ക്രിസ്മസിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സെയില് ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. കുട്ടികളുടെ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അമ്മ പോണ സമയത്ത് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. എവിടെ പോവാ? ഞാൻ സാധനങ്ങൾ വിൽക്കാൻ പോവാ. എന്ത് സാധനങ്ങൾ? സോപ്പ് വയ്ക്കണ പെട്ടി, പിന്നെ സോപ്പ് വെച്ച് മറ്റേ ഒരു കുഞ്ഞു ബാഗ്, പിന്നെ മറ്റേ കുറെ കവറൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ഉണ്ടാക്കിയത്. എപ്പോൾ ഉണ്ടാക്കി? ഞങ്ങൾ സ്കൂളിൽ നമ്മൾ തുന്നല്ല അതാ ചെയ്തത്. അത് 2 ദിവസം 2 ദിവസം പക്ഷെ 2 ആഴ്ച ഇല്ല. കളേഴ്സും ഡിസൈൻസ് ഒക്കെ ഒരു സോപ്പാണ്. മറ്റേ പൂമ്പാറ്റ അങ്ങനത്തെ ഷേപ്പ് മറ്റേ മോൾഡിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. അപ്പൊ ഡിഫറെന്റ് മോൾഡ്സ് ഉണ്ട്. ഫ്രീ ആണോ? കാശുണ്ട്. 5 ഒരു സോപ്പിനാ? കുറവാണിത്. ഞങ്ങള് 10 വിചാരിച്ചാണ്. അമ്മൂസ് റെഡിയായി സെറ്റായി നിൽപ്പുണ്ട് പോവാൻ വേണ്ടിട്ട്. ഇപ്പൊ അമ്മു അവിടെ റെഡിയാക്കാൻ പോവാല്ലേ സ്ഥലമൊക്കെ? ഇനി അടുത്ത ബാച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ബാച്ച്, അത് കഴിഞ്ഞിട്ട് ഈ ബാച്ച് കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് എന്റെ. ക്രിസ്മസിന് വേണ്ടിയിട്ട് കുട്ടികള് ക്രിസ്മസ് കാർഡ്, അതുപോലെ തന്നെ സോപ്പ്, പിന്നെ എന്തൊക്കെയോ അങ്ങനത്തെ കുറെ സംഭവങ്ങള്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇവർ തന്നെ സെല്ല് ചെയ്യും. എന്നിട്ട് ഇവരുടെ ക്ലാസ് ആ കിട്ടുന്ന പൈസ ഇവരുടെ ആക്ടിവിറ്റീസിന്, ഇവരുടെ ക്ലാസ്സിലേക്കുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇവർ ക്യാമ്പിന് പോവും. അതിനൊക്കെ വേണ്ടിയിട്ട് ആ പൈസ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവരുണ്ടാക്കിയ സാധനങ്ങൾ ഇന്ന് ഇവർ സെല്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി. അമ്മുവിന് 3:15 ആകുമ്പോൾ അവിടെ എത്തണം, സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 4 മണിയാകുമ്പോഴാണ് ഓപ്പൺ ആവുന്നത് സംഭവങ്ങൾ. അപ്പോൾ അമ്മുവിന് മറ്റേ സെയിൽസ് ഗേളിൻ്റെ ജോലി 4:30-ക്കാണ് കേട്ടോ. 4 തൊട്ട് 5 മണി വരെ അല്ലേ, അരമണിക്കൂർ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവര് പോയാൽ മതി. അപ്പൊ അമ്മ അറേഞ്ച് ചെയ്യും. ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. പറ്റില്ല ഇങ്ങോട്ട് പോര്, അരമണിക്കൂറേ ഉള്ളൂ. നീ വന്ന അപ്പൊ തന്നെ പിന്നെയും പോകേണ്ടി വരും. ഞാൻ നിക്കാൻ പറ്റുമോ ചോദിക്കാം. ഇല്ല, 3 പ്രാവശ്യം നിൽക്കുന്നു. അങ്ങനെ മുസുദേ പോവാൻ റെഡിയായി. നീ കണ്ണാടിക്കണോ? നീയാ ആ മറ്റേ കണ്ണാട് സ്കൂളുകാരുടെ കൊച്ചല്ല. നീ ആരാണ് കണ്ണാട് വെച്ചില്ലെങ്കിൽ വെക്ക്. ഇത് കണ്ണാട് വെച്ചിട്ടുള്ള ലുക്ക്. വെച്ചിട്ടുള്ളതോ? അല്ല, വെച്ചിട്ടില്ലാത്ത ലുക്ക്. ഇത് വെച്ചിട്ടുള്ള ലുക്ക്. ഞങ്ങൾ വരാട്ടോ. എപ്പോഴാ പറഞ്ഞ? എന്റെ പേപ്പർ മറ്റേ ആ ഡെസ്കിൽ ഇരിപ്പുണ്ട്. എന്ത് പേപ്പർ? മറ്റേ എപ്പോഴാ ഞാൻ എന്റെ ടൈം. അപ്പൊ അത് നോക്കിയാൽ മതി. ബൈ. അങ്ങനെ അമ്മൂസ് പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ 3 മണിയൊക്കെ ആയപ്പോൾ പോയി, നമ്മളൊരു 4:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതേ ആ പരിപാടി, ഈ എക്സിബിഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് നമ്മളിതേ പോവുകയാണേ. നമ്മളത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ്. 4 മണിക്കാണ് അവിടെ സ്റ്റാർട്ടാവുക. എന്താണെങ്കിലും പോയി നോക്കട്ടെ. പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് ഇടാം, പറ്റില്ലെങ്കിൽ പിന്നെ എന്താണേലും എടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എന്താണേലും പോയി നോക്കാം നമുക്ക്. അമ്മ എന്താണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, അല്ലേ? മറ്റേ
സോപ്പ് 5 രൂപ വെക്കാനുള്ള ഐഡിയ ആണ് നമ്മുടെ അടുത്ത്. അമ്മ ഇവിടെ നിന്നേ പറഞ്ഞിട്ടാ പോയേക്കണം, ഉറപ്പായിട്ടും വാങ്ങണം കേട്ടോ എന്നും പറഞ്ഞു. ഇവർക്ക് യൂസ് ചെയ്യാനുള്ള പൈസ ഇവരുടെ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസിനും അതുപോലെ ഇവർക്ക് ക്യാമ്പൊക്കെ ഉണ്ട് എല്ലാ വർഷവും, സ്കീ ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകുമ്പോഴുള്ള കുഞ്ഞു ചിലവുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അമ്മ പറഞ്ഞത്. എനിക്കറിയില്ല. സ്കീയുടെ ക്യാമ്പ് കമ്മ്യൂൺ തന്നെയാണ് നോക്കുന്നത്, സ്കീ ക്യാമ്പിൻ്റെ പൈസയൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുഞ്ഞു എന്തെങ്കിലും സംഭവങ്ങൾക്കൊക്കെ ഈ പൈസ ഉപയോഗിക്കും എന്നാണ് അമ്മൂസ് പറഞ്ഞത്. എന്താണെങ്കിലും സ്റ്റോള് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. എന്താണേലും അവൾ നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളെന്താണേലും ഇതേ പോവുക. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്, ഹാളിലാണ് കേട്ടോ. കുട്ടികൾ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, നമുക്ക് എന്താണേലും പോയി നോക്കാം. ആണോ? 4:30 വന്നാൽ മതിയോ? എന്തൊക്കെയാ സാധനങ്ങള് നീ ഉണ്ടാക്കിയത്? ഏതാ? എടി എന്താ വേണ്ടേ? ഈ പല കളറിൽ നമ്മൾ കാണുന്ന ഈ സംഭവങ്ങൾ സോപ്പാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സോപ്പിൻ്റെ ഡിഷുകളും പോട്രിയാണ് കേട്ടോ. അവർ പോട്രി ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ സോപ്പ് ഡിഷ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനും. അപ്പോൾ ഈ സ്റ്റോള് അമ്മൂൻ്റെ ക്ലാസ്സുകാരുടെ സ്റ്റോളാണ് കേട്ടോ. അമ്മൂൻ്റെ കൂടെയുള്ള പഠിക്കുന്ന കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ ഒരു 4 പേര് 3 പേരെങ്ങാണ്ട്, അത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത ടീം, അങ്ങനെയാണേ. ശരിക്കും ഇത് കാണുമ്പോൾ കുട്ടികൾ ഉണ്ടാക്കിയതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും പെർഫെക്ഷൻ ഉണ്ട്. ആ കളറിങ് ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകാരുടെ ആയിട്ടുള്ള സ്റ്റോളുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഓഡിറ്റോറിയം ഫുള്ളും ഇങ്ങനെ പല ക്ലാസ്സുകാരുടെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മുവിൻ്റെ ടീം തന്നെയാണ്. അമ്മുവിൻ്റെ ടീച്ചർ ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ടീച്ചർ ചെയ്യത്തുള്ളത്. നല്ലൊരു ടീച്ചറാണ്. ഇപ്പം നമ്മൾ ഈ കണ്ടതൊക്കെ ക്യാൻഡിൽസ് ആണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ കുറച്ച് വലിയ കുട്ടികൾ ഇവിടെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുട്ടികളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ബോയ്സിൻ്റെ ഗ്രൂപ്പാന്ന് തോന്നുന്നുണ്ട്. ഫുൾ ആൺകുട്ടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ക്രീപ്പുകൾ, വേഫിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ കുഞ്ഞു മക്കളാണ് കേട്ടോ, അവരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റോളിൽ കുട്ടികൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഷേപ്പിലും പല കളറിലൊക്കെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ, ക്രിസ്മസിൻ്റെ ഡെക്കറൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലാന്റ്സ് ഒരു സ്റ്റോളിൽ ഒരു ക്ലാസ്സുകാർ പ്ലാന്റ്സും ക്യാൻഡിൽസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇത് അടുത്തൊരു ക്ലാസ്സുകാരുടെയാണ് കേട്ടോ. ഒരു മഗ്, അത് മഗ്ഗിനൊരു കവറൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ, ഒരു സെറ്റായിട്ടാണ് അവരത് കൊടുക്കുന്നത്. പിന്നെ ഇത് ക്യാൻഡിൽസ് ആണ് കേട്ടോ അവർക്ക് കൂടുതലായിട്ട് ഈ ക്ലാസ്സുകാർക്ക് ഉണ്ടായത്. ഇവിടെ ക്രിസ്മസ് കാർഡുകളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം കുട്ടികൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാർഡുകളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ജാമുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്. അത് ടീച്ചേഴ്സും കുട്ടികളും ഇതിലിടുന്ന ഒരു എഫേർട്ടും കൂടെ ശരിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത്രയും സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. അങ്ങനെ അതേ അമ്മൂൻ്റെ ഒക്കെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ആ അമ്മൂൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ അമ്മൂൻ്റെ ക്ലാസ് ടീച്ചർ. നല്ലൊരു ടീച്ചറാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ഒരു ടീച്ചറാണ്. ഇവരുടെ ആ ഒരു ഡെക്കറേഷനും ആ അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടു, എന്തൊരു പക്കയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. നല്ല
സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറിനെ. അങ്ങനെ അദ്ദേഹം അമ്മുമൊക്കെ സ്റ്റോളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതേ അമ്മുവിൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ അടുത്ത് തന്നെ ഒരു ടർക്കി ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. എൻ്റെ ഫ്രണ്ടിലൊരു സാന്തേനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സാന്തയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഷോപ്പിലോട്ട് പോവുകയാണേ. നമ്മുടെ ലക്ഷ്യം ഒരു ഫ്രോസൺ പൊറോട്ട തപ്പി പോയതാണ് കേട്ടോ. പക്ഷേ അവിടെ ഉണ്ടായില്ല. നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. നമ്മളൊരു ഫ്രോസൺ പൊറോട്ട തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ ഇല്ല, ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ലെന്ന് തോന്നുന്നു. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങളിതേ പോയി തിരിച്ച് വീടെത്തി. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. എല്ലാ ക്ലാസ്സുകാരും ഓരോ ക്ലാസ്സുകാരും അവരവരുടേതായിട്ടുള്ള ഐഡിയയും എല്ലാവരും സെയിം അല്ല, വേറെ വേറെ സംഭവങ്ങളൊക്കെയാണ്. ഇവരുടെ ക്ലാസ്സുകാർ സോപ്പ്, അതുപോലെ തന്നെ സോപ്പിൻ്റെ ആ ഒരു ഡിഷില്ലേ അത്, പിന്നെ ക്രിസ്മസ് കാർഡ്, ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ ടീച്ചർ ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അതിൽ ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാൻ സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഇവരുടെ. അപ്പോൾ ഇവരുടെ സ്റ്റോളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ ക്ലാസ്സുകാരുടെയും കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പാരൻസ് തന്നെയാന്ന് തോന്നുന്നുണ്ട് കൂടുതലും. നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ പോകാനും. അതുപോലെ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് സാധനങ്ങളിങ്ങനെ സെല്ല് ചെയ്യാനും. കാരണം ഇവർ പൈസ ഫുള്ള് ഇവരുടെ ക്ലാസ്സിനാണല്ലോ കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ടീച്ചേഴ്സും അങ്ങനെ അമ്മൂൻ്റെ ടീച്ചേഴ്സിനെ കണ്ടു, സംസാരിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും. കുട്ടികൾക്കും ആ ഒരു ക്രിസ്മസ് മൂഡും പിന്നെ അവർക്കും ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ വിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു സെയിൽസ് ഗേളിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് വിൽക്കുക, അതുപോലെ തന്നെ പൈസ മാനേജ്മെൻറ്റ്, അവർ പൈസ വാങ്ങണം അതിൻ്റെ ബാലൻസ് തിരിച്ചു കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനെ നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്കും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അമ്മു വന്നിട്ടില്ല. അമ്മുവിന് അരമണിക്കൂറാണ്. അപ്പം അമ്മ 4:30 തൊട്ട് 5 മണി വരെയാണ് അമ്മുവിൻ്റെ ടൈം. അപ്പോൾ അമ്മു വന്നിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായി അവളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ. അതുപോലെ തന്നെ ജാമ്, കുട്ടികളുണ്ടാക്കുന്ന ക്രേപ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഓരോ സ്റ്റാളിലും. ക്യാൻഡിലുകൾ, ചെടി, അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കോട്ടൺ ക്യാൻഡി, പോപ്കോണ്, കുക്കീസ്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്താണെങ്കിലും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ്, അമ്മൂനും നല്ലൊരു എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് ഒക്കെ അറിയാനും ചെയ്യാനും കാര്യങ്ങൾ അവർ തന്നെ ടീച്ചേഴ്സ് കൂടെ ഉണ്ട്, അതായത് ക്ലാസ് ടീച്ചേഴ്സ് കൂടെ ഉണ്ട്. എങ്കിലും ഫുൾ മാനേജ് ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ് കേട്ടോ. സാധനങ്ങൾ കൊടുക്കുന്നതും പൈസ വാങ്ങുന്നതും സംഭവങ്ങളും. നെറ്റ് ബാങ്കിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പൈസ ഡയറക്റ്റ് കൊടുക്കാനും പറ്റും. അങ്ങനെ 2 ഓപ്ഷനും ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അമ്മുവിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അമ്മു മറ്റേ സാന്താക്ലോസിന് ലെറ്റർ അയക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിന് റിപ്ലൈ വരുമോ ഇല്ലയോ നമുക്ക് ഒരു പിടി ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. റിപ്ലൈ അല്ല, തിരിച്ച് സാന്തയുടെ കയ്യിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സൊന്നും അതിനകത്തില്ല. എങ്കിലും തിരിച്ചൊരു ലെറ്റർ, ബോൺജോ മേയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കളറിംഗ് ബുക്കും ഒരു ഗിഫ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പിങ്സും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളായിട്ട് അയച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കുക, വരുമോ റിപ്ലൈ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഇന്നലത്തോടെ തീർന്നു. ഇന്നലെ അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാന്തയുടെ ലെറ്റർ അമ്മൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അങ്ങനെ അതെ ഫൈനലി നമ്മൾ സാന്തയ്ക്ക് അയച്ച ലെറ്ററിൻ്റെ റിപ്ലൈ നമുക്ക് വന്നിട്ടുണ്ട്. കണക്ക് ദേ നമ്മുടെ റിപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ആണോ അമ്മൂസേ? അമ്മൂനേക്കാ ഹാപ്പി ഞാനാണ് കേട്ടോ. അമ്മൂനേക്കാ എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു.
നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്താണെന്ന്. പാടില്ല ഇവിടെ ഉണ്ടാ. കൊറേ ഉണ്ടല്ലോ. ഈ കളർ നമുക്ക്. Ok. Bonjour Amelia, j'aime l'hiver. Lorsque le jour raccourcit et que les foyers se préparent à fêter Noël. Chaque jour, je me réjouis de recevoir de courir. Même ഇതാണ് കേട്ടോ ലെറ്റർ വന്നിട്ടുണ്ട്, ഫ്രഞ്ചിലാണ്. വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് ഉണ്ട്, ബുക്കും കൂടി ഉണ്ട്. അവിടെ കളറിംഗ് ബുക്കൊക്കെ പോലെ കളറിംഗ് ബുക്ക് ഉണ്ട്. പിന്നെ മറ്റേ ഈ വലിയ വെയിലിനെ കുഞ്ഞു വെയിൽ അടുത്തിക്കണ അവിടെ ഉണ്ട്. എന്താ ഇങ്ങനത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടോ? ഉണ്ടാവും, നോക്കട്ടെ. ഇത് ഒരു മിനിറ്റ് നോക്കട്ടെ. അങ്ങനെ ലെറ്റർ കിട്ടിയപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടാണ്. പിന്നെ അതേ അമ്മു ദേ സ്കൂളിൽ നിന്ന് സെയിലൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടേ. ബാക്കിയെല്ലാം ഉണ്ട് പോയി. എങ്ങനെയുണ്ടായി? കൊള്ളായിരുന്നു, അടിപൊളിയായിട്ട് പോയി. ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഇച്ചിരി സോപ്പ് ഉണ്ട്. പിന്നെ ഇച്ചിരി സോപ്പ് ഇങ്ങനെ ട്രേ ഉണ്ട്. പിന്നെ മറ്റേ സോപ്പ് ഉള്ളിലുള്ള സാധനമില്ല, അത് കുറേ ഉണ്ട്. അത് വിറ്റുപോയില്ല അധികം. ആ കവറ് അത് അധികം വിറ്റുപോയില്ല. പിന്നെ കാർഡുകൾ കുറേ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. സോപ്പ് ഇനി 5 അത്രക്കുണ്ടാവും. കൗണ്ട് ചെയ്തില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല, സമയം വേണ്ടി വരും. കൊറേ മറ്റേ സോപ്പ് വെക്കണ പെട്ടിയില്ലേ, അതില് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ അത് കൊറേ പോയിട്ടുണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ മിക്സ് ആയി പോണു. അപ്പൊ കൊറേ പോയി. എന്തായാലും നല്ല ട്രിപ്പ് പോകാൻ പറ്റും, ഉറപ്പായിട്ടും പോകാൻ പറ്റും. അത്ര പൈസ കിട്ടിയാ? അല്ല ഇനി ഉണ്ടല്ലോ. പിന്നെ കാർഡുകൾ പോവും. ഏകദേശം 100 ഉണ്ടാവും. 100 ഉറപ്പായിട്ടും ഉണ്ടാവും. 100 ഒന്നുമില്ല, ഞാൻ ക്യാഷ് കൗണ്ടറിൽ നോക്കിയപ്പോ തന്നെ അതിനകത്ത് 200 ഉണ്ടാവും. പിന്നെ കൊറേ പോയി. ആൾക്കാർ കാർഡ് ഇങ്ങനെ കയറി നോക്കും, എന്നിട്ട് ഉള്ളു തുറന്നോക്കും. എടുക്കുന്നു 5 ഒറ്റയടിക്ക് പോണത്. പെട്ടെന്ന് ഇങ്ങനെ 5 എല്ലാം കൂടെ മിക്സ് ആയി പോണ്. പിന്നെ ക്യാഷ്യർ ദാലിയ. പിന്നെ മറ്റേ ഒരു പേപ്പർ ഉണ്ടായാലും മറ്റേ കാര്യം ഇട്ട് വെക്കില്ലേ, അത് ഞാനായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടാ? ഭയങ്കര ആൾക്കാർ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് വലിച്ചവരിട്ടിട്ട് പോണ്. അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് എടുത്ത് വെക്കുന്നു. മറ്റേ സോപ്പുള്ള കാർഡ് എടുക്കുന്നു, സോപ്പുള്ള നമ്മളെ ഡ്രസ് എടുക്കാൻ പോകും, ചേഞ്ച് റൂമിൽ പോയി തിരിച്ചുകൊണ്ട് വെക്കാറുണ്ടോ? ഇല്ലോ, ചേഞ്ച് റൂമിൽ വെക്കാൻ പറ്റുമല്ലോ. ഇല്ല, ശരിക്കും കൊണ്ട് വെക്കണം. നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ കൊണ്ട് വെക്കണം. എന്ത് നല്ലത്. അങ്ങനെ ക്രിസ്മസ് സെയിലൊക്കെ കഴിഞ്ഞ് അമ്മൂസും എത്തി, നമ്മളും എത്തി. വൈകിട്ട് സമയം എത്രയായി? 5:10. പുറത്ത് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. Merry Christmas.